നമസ്കാരം. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് വിത്തൗട്ട് ഡിനൈങ് റിയാലിറ്റി. എന്താണ് പോസിറ്റീവ് തിങ്കിങ്? പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ല എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ പോലും നമുക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കകത്ത് പെടുന്നതെല്ലാം പോസിറ്റീവ് തിങ്കിങ് അല്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. എങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ തളർന്നിരിക്കാതെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മുന്നോട്ട് വരുന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്. അതായത് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന, അല്ലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും നേരിടാനുള്ള ശക്തി കൈവരിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ വരാം. ഭയം വരാം, നമുക്കൊന്നിനും കഴിവില്ല എന്ന് വരാം, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചെന്ന് വരാം, നമ്മുടെ ജീവിതത്തിൽ തൊടുന്നതെല്ലാം പരാജയത്തിലേക്ക് വരാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആരും കൂടെയില്ല എന്നൊരു ചിന്ത പലപ്പോഴും നമുക്ക് വരും. ഇങ്ങനെയുള്ള പല പല ചിന്തകളാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ട് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരല്ല, നല്ല നമ്മൾ നെഗറ്റീവ് തിങ്കിങ് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് തെറ്റാണ്. കാര്യം ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ വളരെ വേദനിപ്പിച്ചെന്ന്, ചിലർ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് വരും, ചിലർ നമ്മെ വല്ലാതെ നോവിച്ചെന്ന് വരും. ഇത് കൂടാതെ തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതാണ്, അല്ലെ ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്. അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? പ്രശ്നങ്ങളില്ലാതെ നമുക്കൊരു ജീവിതമുണ്ടോ? ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ വേറെ എന്തുമാത്രം പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്നായിരിക്കാം, നമുക്ക് എവിടെ നിന്നൊക്കെ, ഇതൊന്നും വേണ്ട, നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്താണ് എൻ്റെ പ്രശ്നം, അതിനെ ഞാൻ എങ്ങനെ നേരിടണം, ഈ പ്രശ്നം ഒരു വലിയ കാര്യമൊന്നുമല്ല, ഇതിനെ ഞാൻ തരണം ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കുവാൻ പറ്റുന്നത്, അങ്ങനെ ചിന്തിച്ചു മാറുന്നതാണ് യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്. പലപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാവൂ, എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. അങ്ങനെയല്ല. നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ആ നെഗറ്റീവായ കാര്യങ്ങളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ നിന്ന് തരണം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്. അങ്ങനെയല്ലേ വേണ്ടത്? ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും എന്ത് ഇഷ്യൂ വന്നാലും നമ്മൾ ധൈര്യപൂർവ്വം അതിനെ നേരിടുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എവിടൊക്കെ പരാജയപ്പെട്ടാലും അതെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് കരകയറുവാൻ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ജീവിതവും മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.